കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മെട്രിക്സ്, അതുപോലെ എലമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സസ്. The first one is raw matrix. Raw matrix means a matrix of order 1 by n having only one row and n columns is called a raw matrix or raw vector. Okay, അപ്പോൾ raw matrix എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താവും? ഒരുപാട് കോളംസും ഉണ്ടായിരിക്കും. ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരുപാട് കോളംസ് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഓർഡർ എന്തായിരിക്കും? 1/n ആയിരിക്കും. 1 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ റോ മാത്രം. n എന്ന് പറയുന്നത് എത്രയും കോളംസ് ആവാം. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. A11, A12, A13, അതായത് 1/3 ആണ് ഓർഡർ. ഒറ്റ റോ മാത്രമേ ഉള്ളൂ, 3 കോളം ഉണ്ട്. A11 ഒരു കോളം, A12 ഒരു കോളം, A13 എന്ന് പറയുന്നത് വേറൊരു കോളം. ഓക്കെ, 3 കോളം ഉണ്ട്. അതേപോലെ സെക്കൻഡ് എക്സാമ്പിൾ 1, 2, 3, അതും ഓർഡർ എന്താണ്? 1/3, ഒറ്റ റോ മാത്രം, 3 കോളം ഉണ്ട്. 2, 4, 6, 8 അല്ലേ, ഒറ്റ റോ മാത്രം എന്തുണ്ട്? 4 കോളം ഉണ്ട്. 4 കോളം ഉണ്ട്. അപ്പോൾ എന്താണ് റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ മെട്രിക്സ് ഓഫ് ഓർഡർ 1/n ദാറ്റ് ഈസ് ഹാവിങ് ഓൺലി 1 റോ ആൻഡ് n കോളംസ് ഈസ് കോൾഡ് എ റോ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് കോളം മെട്രിക്സ്. സെക്കൻഡ് വൺ ഈസ് കോളം മെട്രിക്സ്. ഇപ്പോൾ റോ മെട്രിക്സ് അതാണെന്നുണ്ടെങ്കിൽ കോളം മെട്രിക്സ് എന്തായിരിക്കും? എ മെട്രിക്സ് ഓഫ് ഓർഡർ m/1 ഹാവിങ് ഓൺലി 1 കോളംസ് ആൻഡ് 1 കോളം ആൻഡ് m റോസ് ഈസ് കോൾഡ് എ കോളം മെട്രിക്സ് ഓർ കോളം വെക്റ്റർ. ഓക്കെ, അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്പർ ഓഫ് റോസ് എത്രയാവാം? m റോസ് ആയിരിക്കാം. ഓക്കെ, എത്ര റോസ് വേണമെങ്കിലും ഉണ്ടാകും, പക്ഷേ ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് എന്ത്? കോളം മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് A11, A21, A31 അല്ലേ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റോ ഉണ്ട്, പക്ഷേ ഒരൊറ്റ കോളം മാത്രം. ഇവിടെ 1, 2, 3, 4 4/1 മെട്രിക്സ് ആണ്. അതായത് 4 റോ ഉണ്ട്, ഒരൊറ്റ കോളം മാത്രം. 2, 3, 5 എന്ന് പറയുന്നത് 3 കോളം ഉണ്ട്, 3 റോസ് ഉണ്ട്, ഒരൊറ്റ കോളം മാത്രം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കും? m/n ആണ് നമ്മൾ ഓർഡർ പറയുക അല്ലേ. m/n, എമ്മിൻ്റെ എഴുതും, m/n എന്ന് വായിക്കും. അപ്പോൾ A11, A21, A31 എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് റോസ്. എത്ര റോ ഉണ്ട്? 3 റോ. അപ്പോൾ 3 ഇൻറ്റു n എന്ന് പറയുന്നത് എത്ര? എന്താണ്? നമ്പർ ഓഫ് കോളം. അപ്പോൾ എത്ര കോളാണുള്ളത്? ഒരൊറ്റ കോളം. അപ്പോൾ m/1 അല്ലേ, അതായത് 3/1 ആയിരിക്കും അതിൻ്റെ ഓർഡർ. ഓർത്ത് വെക്കുക, മെട്രിക്സ് ഓഫ് ഓർഡർ m/1 ഹാവിങ് ഓൺലി 1 കോളം ആൻഡ് m റോസ് ഈസ് കോൾഡ് എ കോളം മെട്രിക്സ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻസും 0 ആയിരിക്കും. അത്തരത്തിലുള്ള മെട്രിക്സിനെ നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ് എന്ന് പറയാം. അപ്പം നൾ മെട്രിക്സിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഇതാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1/1 മെട്രിക്സ് ആയിട്ടുള്ളത് ഒരു എക്സാമ്പിൾ, പിന്നെ 2/2 ആയിട്ടുള്ള മെട്രിക്സ്. ഇതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. ഓർത്ത് വെക്കുക, എല്ലാ എലമെൻറ്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെ എന്ത് പറയും? സീറോ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് സബ് മെട്രിക്സ്. ലെറ്റ് എ ബി എ ഗിവൺ മെട്രിക്സ്. ബൈ ഡിലീറ്റിംഗ് ഫ്യൂ റോസ് ആൻഡ് കോളംസ് വി ഗെറ്റ് എ ന്യൂ മെട്രിക്സ് കോൾഡ് ദി സബ് മെട്രിക്സ് ഓഫ് എ. സബ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് റോസോ കോളംസോ ഒക്കെ ഡിലീറ്റ് ചെയ്താൽ, ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന മെട്രിക്സിനെയാണ് എന്ത് പറയാം? സബ് മെട്രിക്സ് ഓഫ് എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സിൽ നിന്ന് ചില റോസും കോളംസും ഒക്കെ ഒഴിവാക്കിയാൽ കിട്ടുന്നത് എന്താണോ അതാണ് സബ് മെട്രിക്സ്. നെക്സ്റ്റ് സബ് മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. ഇവിടെ 2, 4, 6, 4, 7, 9 എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഓർഡർ എന്താണ്? 2 റോ 3 കോളം. അപ്പോൾ 2/3 മെട്രിക്സ് ആണ്. അപ്പോൾ സബ് മെട്രിക്സ് ഏതൊക്കെ എഴുതാം? ഒന്നെങ്കിൽ 2, 4, 6 മാത്രം എടുത്തിട്ട് ഒറ്റ റോ 3 കോളം എന്നുള്ള രീതിയിൽ 1/3 ഓർഡർ ആക്കിയിട്ട് എഴുതാം. അതായത് 2, 4, 6. ഇനി 2, 4 മാത്രം എടുക്കാം, 4, 7, 9 എടുക്കാം, 4, 7 എടുക്കാം. അപ്പോൾ ഏതെങ്കിലും എലമെൻറ്റ്സ് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റോ ഒഴിവാക്കിയിട്ടോ കോളം ഒഴിവാക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം? മെട്രിക്സിനെ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ മെട്രിക്സിനെ എഴുതുന്നതാണ് എന്ത്? സബ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, So next we move on to equal matrix. The fifth one is equal matrix. അപ്പോൾ 2 മെട്രിക്സ് എ ആൻഡ് ബി എന്ന് പറയുന്ന 2 മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയുന്നത്
രണ്ടും സെയിം ഓർഡറും അതേപോലെ രണ്ടിനും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും വേണം. അതായത് ഒരു എലമെൻറ്റ്സ് തന്നിട്ടുള്ള അതേ പൊസിഷനിൽ തന്നെ മറ്റൊരു മെട്രിക്സിലെ എലമെൻറ്റ്സ് ആ എലമെൻറ്റ്സ് തന്നെ ആയിരിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഒന്നത് ക്ലിയർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് 1 2 3 5, ബി എന്ന് പറയുന്നത് 1 2 3 5. അതായത് രണ്ടിനും ഓർഡർ സെയിം ആണ്, 2x2 മെട്രിക്സ് ആണ്. അതേപോലെ 1 1, 2 2, 3 3, 5 5 അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും ഈക്വൽ ആണ്, അതേപോലെ സെയിം ഓർഡറും ആണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് 1 2 3 5, ബി എന്ന് പറയുന്നത് 1 3 2 5. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു ബി. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ അല്ല അല്ലേ. 3ക്ക് പകരം 2ഉം 2ക്ക് പകരം 3ഉം ആണ് വന്നത്. പക്ഷേ സെയിം ഓർഡർ തന്നെയാണ്, പക്ഷേ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ അല്ലാത്തതുകൊണ്ട് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് റെക്റ്റാങ്കുലർ മെട്രിക്സ്. റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? If the number of rows of a matrix is greater than the number of its columns, or the number of columns of a matrix is greater than the number of its rows, then that matrix is called a rectangular matrix. അപ്പോൾ റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ മെട്രിക്സിൽ റോസ് കോളംസിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോളംസ് റോസിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഒന്നെങ്കിൽ എന്താണ്? number of its columns അല്ലേ, rows of a matrix is greater than the number of its columns, or number of columns of a matrix is greater than the number of its rows. അതുകൊണ്ട് അതിന് റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ 1 3 5 7 2 4 6 8 എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 റോ ആണുള്ളത്, 4 കോളം ഉണ്ട് അല്ലേ. അപ്പോൾ കോളം കൂടുതലാണ്, 2/4 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. അതേപോലെ 1 2 3 4 5 6 7 8, 2 കോളാണുള്ളത്, 4 റോയും ഉണ്ട്. അപ്പോൾ 4/2 മെട്രിക്സ് ആണ്. അതും എന്താണ്? റെക്റ്റാങ്കുലർ മെട്രിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്ക്വയർ മെട്രിക്സ്. If the number of rows of a matrix is equal to the number of its columns, then that matrix is called a square matrix. നമ്പർ ഓഫ് റോസും അതുപോലെ നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയ മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് m is equal to n. നമ്പർ ഓഫ് റോസ് is equal to നമ്പർ ഓഫ് കോളംസ്. ഇവിടെ 1 3 4 5 2/2 മെട്രിക്സ് ആവാം. അതേപോലെ 3/3 മെട്രിക്സ് ആവാം അല്ലേ. 3 റോയും 3 കോളംസും. അതേപോലെ 4 റോ 4 കോളം, 4/4 സ്ക്വയർ മെട്രിക്സ് ആവാം. നെക്സ്റ്റ് we move on to identity or unit matrix. A square matrix in which all the diagonal elements are 1 and all the non-diagonal elements are 0 is called an identity matrix. That is, A11 is equal to 1, A22 is equal to 1, up to Amn is equal to 1. Then the matrix is said to be an identity matrix or unit matrix. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം 1 ആയിരിക്കണം, നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡയഗണൽ എലമെൻറ്റ്സ്? നമ്മൾ ഈ സെൻറ്ററിൽ വരുന്ന അല്ലേ, ഈ സെൻറ്ററിൽ വരുന്ന ഇങ്ങനെ എടുത്താൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇതിനെയാണ് എന്ത് പറയുക? ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയാം. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ വരും. അത്തരത്തിൽ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 1ഉം ബാക്കി വരുന്നതിന് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് എന്നാണ് പറയാം. ഓക്കെ, ഈ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയുന്നത്? ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് diagonal matrix. A square matrix in which all the non-diagonal elements are 0 is called a diagonal matrix. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞത് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ആ സ്ക്വയർ മെട്രിക്സിലെ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആവണമെന്നില്ല, ഏത് നമ്പറും വരാം. 1 3 2 ആവാം, 3 5 -2 ആവാം. 1 ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റ് മെട്രിക്സ്. അത് ഡയഗണൽ മെട്രിക്സ് ആണ്, ഐഡൻറ്റിറ്റി ഓർ യൂണിറ്റ് മെട്രിക്സ്. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് ആകുമ്പോൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്. പക്ഷേ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ എന്താവാം? 1 ആവണമെന്നില്ല, ഏറെ സംഖ്യ ആവാം കേട്ടോ. 1ഉം വരാം, 1 മാത്രം ആവണമെന്നില്ല. ഓക്കെ, the last one is scalar matrix. Scalar matrix is a diagonal matrix in which all the diagonal elements are equal. അപ്പോൾ സ്കാലർ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതായത് നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിരിക്കും, ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ ഏതെങ്കിലും നമ്പേഴ്സ് ആവാം അല്ലേ. ഇവിടെ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ എന്താണ്? ഈക്വൽ ആയിരിക്കും.
സ്കാലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് ആണ്. അതിൽ ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് 0, ഡയഗണൽ എലമെൻറ്റ്സ് ഏതും വരാം. സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡയഗണൽ എലമെൻറ്റ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഡയഗണൽ മെട്രിക്സിൽ A11 അതേപോലെ A22 A33 AN എന്ന് പറയുന്നതൊക്കെ ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു സംഖ്യ ആയിരിക്കും. അതായത് C=K എന്നാണ് പറയുക. ജനറലി നമ്മൾ K എന്നാണ് പറയുക. അതാണ് സ്കാലർ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 1 0 0 1 അല്ലേ. 0 ആണ് നോൺ ഡയഗണൽ എലമെൻറ്റ്സ്. 1 1 എന്ന് പറയുന്നത് എന്താണ്, ഡയഗണൽ എലമെൻ്റ് ആണ്, അത് ഈക്വൽ ആണ്. ഇവിടുത്തെ കേസിലും 3 ആണ് വന്നിട്ടുള്ളത്, ഇവിടെ കേസിലും 2 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സ്കാലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആണ്. ടൈപ്സ് ഓഫ് മെട്രിക്സിൽ എന്തൊക്കെയാണ്, റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, പിന്നെ സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്, ദെൻ സബ് മെട്രിക്സ്, ഈക്വൽ മെട്രിക്സ്, rectangular, square matrix, identity or unit matrix, diagonal matrix and scalar matrix. Okay, this is all about the types of matrices.